ചന്ദ്ര അതെ അപ്പ ഇവിടെ ഉണ്ട്. ബാലി സുഗ്രീവൻ 1000 എണ്ണ അരച്ചില്ലേ? എന്താടാ മതി, മനസ്സിലായി. പാഞ്ചാലി 1000 മതി. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഹായ്, സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. ഈശ്വര, കുത്തുന്നത് വരെ ആ ചന്തി കുമ്പിട്ടി എന്നെ നിക്കണേ. മസില് പിടിക്കാതെ ലൂസാക്കിയിടൂ. സബാഷ്. ഈ കിഷ്കിന്ധാപുരി ഏത് പാലയിലാന്ന് പറയാമോ? കിഷ്കിന്ധാപുരി ഉത്തരറിയില്ല, മറ്റവൻ തന്നെ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. നീ എനിക്ക് വേണ്ടി SMS ചെയ്തോ. ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. ഒന്നുമില്ല. അതെ, ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ. നമുക്കറിഞ്ഞൂടെ? അമ്മേന്ന് ശരിക്കും വിളിച്ചു. എന്റെ സംഗതി എല്ലാം പുറത്തു വന്നു. നോക്ക് ചന്ദ്ര, അകത്ത് ഷഡ്ജം ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ. எதுக்குறோம் டிபார்ட்மெண்ட்? உன்னால முடியலன்னா ஏகிட்ட சொல்லு. என்னோட பசங்களை அவனை கொலை பண்ணிட்டு வருவே. பெரிய போலீஸ் ஆபீசர். ആരാ? CI അൻവരസൻ ഫ്രം പൊള്ളാച്ചി. SI ശ്യാമളൻ മങ്കര ഇപ്പോൾ ലീവ് എടുത്ത് ആക്ടിങ്ങില്ല. புருஷன் பொண்டாட்டி வாழ்க்கை எப்படி இருக்கு? சந்தோஷமா இருக்கா? ஆனா இனிமே அப்படி இருக்காது. അയ്യോ വേണ്ട. ആളുമാറി കൈവച്ച് ഇവന്റെ കയ്യിൽ നിന്ന് നല്ല ഊക്കൻ ഇടി മേടിക്കല്ലേ. കൂമ്പ് കലങ്ങി പോവും. പൊട്ടന്റെ ഇടിയെന്ന് കേട്ടിട്ടില്ലേ? എന്റെ അനിയനെ ഞാൻ തല്ലും, ഒരു തെണ്ടി ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഞാൻ ചോദിക്കും സാറേ. ரெண்டு பேரையும் தூக்கி உள்ள போட்டுருவேன் ராஸ்கல். സാറേ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കല്ലേ. ഈ മിണ്ടാപ്പോച്ചുണ്ടല്ലോ സാറിന്റെ നെഞ്ചത്ത് കയറി കല ഉടയ്ക്കും. സാറിന് എന്നെയല്ലേ ആവശ്യം? നമുക്ക് പോവാം സാറേ. സാറ് വാ. ജന്മഴി കവലപ്പെടാതെ ഞാൻ സീക്കിരം തിരുമ്പി വരുവേ. പോലെ സാർ வாடா. அவரு எத்தனையோ வாட்டி ஜெயிலுக்கு போயிருக்காரு. வெற்றியோட திரும்பி வந்துருவாரு. அதனால எனக்கு கவலை இல்லப்பா. എന്താ മോളെ? അച്ചു വേഗം വൈദ്യുതി അടുത്തേക്ക് കൊണ്ടുപോകും. അളിയ, വിശ്വംബറിന്റെ കട എത്തുമ്പോ ഒന്ന് നിർത്തണേ. ഒരു സോഡ പിടിച്ചിട്ട് പോ. പെട്ടെന്ന് പോ, ലോഡിങ് എന്റെ തടയും.
ദേവലോകത്ത് ഇന്ന് റാലിയാ? അയ്യോ. അച്ചു, സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളെ ഒരുപാട് ഞാൻ ചികിത്സിച്ചു, ഫലം ഉണ്ടായില്ല. പക്ഷെ ഈശ്വരൻ മറ്റൊരു രീതിയിൽ നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് കരുതിയാ മതി. നിങ്ങളുടെ തറവാട്ടിൽ ഒരു ഉണ്ണി പിറക്കാൻ പോകുന്നു. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർഭ ഗോവിന്ദ സർവകാരണം. എന്തേ കഷ്ട, ഇതിന്റെ പേരറിയാൻ പാടില്ലല്ലേ മോനെ? ഇത് പേരിടാത്ത ഒരു മൃഗമാണ്. തൽക്കാലം ഇതിനെ ദിവാകരൻ എന്ന് വിളിച്ചോളൂ. അയ്യോ വേണ്ട വേണ്ട, അതെന്റെ അച്ഛന്റെ പേരാ. അപ്പൊ കറക്റ്റായി. പുള്ളിക്കാരൻ മദ്യപിച്ച 4 കാലില്ല. എടാ, നീ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ കുഞ്ഞ് അക്ഷരം അറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കും. വേഗം കുടിച്ചോ. നാളെ അപ്പു വരുന്നതിന്റെ സന്തോഷത്തിലാവള്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പഴയതുപോലെ അവൻ വരുമ്പോ നീ വഴക്കുണ്ടാക്കാൻ നിന്നാൽ അവരവരുടെ കൊച്ചിനെ എടുത്തോളങ്ങ് പൊള്ളാച്ചിക്ക് പോകും. അല്ലേലും വെച്ചിട്ട് മൂക്കത്തല്ലേ ചുണ്ടി. ഒരു ചെറിയ കാര്യം മതിയല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ. ആ, അങ്ങനെയാണേ കൊള്ളാം. സെറ്റെല്ലാം കത്തി കഴിഞ്ഞു. ഇനി പോവാം. നിങ്ങൾ വിട്ടോ, ഇവിടെ അടുത്തല്ലേ. ഞാനും അച്ചു അങ്ങ് എത്തിക്കോളാം. വണ്ടി വിട്ടാ. ഓക്കെ, ബൈ. ബാല കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞിട്ട് മതി. അച്ചു കാശ് വാങ്ങിക്കാൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും. ആ സമയത്ത് നീ ഫീസ് ഊരിയാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഈ പാമ്പിനെ കൊണ്ട് വലിയ ശല്യമല്ലോ. മനുഷ്യനെ കൊണ്ട് സോഡ കുടിപ്പിക്കില്ല. അങ്ങനെ മാറി കിടക്കുമ്പേ. എടാ, നീ ഇത് 3ാമത്തെ സോഡയാ കുടിക്കുന്നത്. ഗ്യാസ് കയറിയാ പിന്നെ ശിവന് താണ്ഡവം പാടാൻ പറ്റിയല്ല. ഗ്യാസിന് കയറാറിയെങ്കിൽ ഇറങ്ങി പോകാൻ വഴി അറിയാ. ആശാസനെ പാടോക്ക്. അല്ലേ ശിവ, ഒരു ബീഡിങ് എന്ന് താരക്ക് നീ വിളിച്ചാലേ ഭീഷ്മര് പിന്നെ കരിഞ്ഞോൽക്കരനായി പോവും. എന്നാ സൂക്ഷിച്ചു വലിക്ക്. അല്ലെ വിഘ്നകത്ത് പാൻ കയറും. ഭയങ്കര കടി. ലേഡീസ് വിൽക്കാനും കയറും. എന്താണ് ഇത്? വേഷം തീർന്നു പറഞ്ഞ ഒറ്റയ്ക്കാ കുടിക്കുക. ഒഴിക്കടായിരിക്കും. എനിക്ക് ഒഴിക്കൂ. 2 പക്കൂതി അവിടെ വേണം. അടുത്ത സീനിൽ മാറണ്ട. എന്റെ കോസ്റ്റ്യൂംസ് എടുക്കാൻ മറന്നുപോയി. വാഷ് ചെയ്യാൻ കൊണ്ടുപോയതാ. നമ്മുടെ റൂമിൽ ഇരിപ്പുണ്ട്. എടാ, അടുത്ത രംഗത്തേക്കല്ലേ. നീ ടെൻഷൻ ആവണ്ട. വേഗം പോയി എടുത്തു വന്നാ മതി. ചെല്ലേ.
Jerry!